കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ 40ാം കണ്ണൂർ സിറ്റി ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി യുവതയ്ക്കൊപ്പം എന്ന പേരിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ചൊവ്വ കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കണ്ണൂർ സിറ്റി അഡീഷണൽ എസ്.പി. കെ.വി. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ 40ാം കണ്ണൂർ സിറ്റി ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് യുവതയ്ക്കൊപ്പം എന്ന പേരിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ചൊവ്വ കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കണ്ണൂർ സിറ്റി അഡീഷണൽ എസ്.പി. കെ.വി. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ 450ഓളം മയക്കുമരുന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തതെന്ന് കെ.വി. വേണുഗോപാൽ പറഞ്ഞു. നാട്ടിൻപുറങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചു പോലും ലഹരി സംഘങ്ങൾ പ്രവർത്തിക്കുന്നുവെന്ന കാര്യം ആശങ്കപ്പെടുത്തുന്നു. ഇത്തരം സംഘങ്ങളെ തടയാൻ പോലീസിനോടൊപ്പം പൊതുസമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേസുകൾ പിടിക്കാന്ന് പറയുമ്പോൾ ഈ സാധനം സുലഭമാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ അതേപോലെ ഇടവഴികളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇടവഴിയിൽ നിന്നും നമ്മുടെ വീട്ടിലേക്ക് എത്താൻ ഏതാനും നിമിഷം മാത്രമേ ബാക്കിയുള്ളൂ. നാട്ടുകാർ കണ്ണു തുറക്കേണ്ടിയിരിക്കുന്നു. സമൂഹമാകെ കണ്ണു തുറന്നിരിക്കേണ്ടിയിരിക്കുന്നു. തുറന്നിരുന്നില്ല എങ്കിൽ ഇത് ഏത് സമയവും നമ്മുടെ വീട്ടിലേക്കും ഈ ദുരന്തം എത്തിച്ചേരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മൾ പലപ്പോഴും രക്ഷിതാക്കളൊക്കെ മക്കളെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് അയച്ചാൽ അവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു, ബാക്കി അധ്യാപകന്റെ ഉത്തരവാദിത്തമാണ് എന്ന് കണ്ടു. അധ്യാപകരാണെങ്കിൽ മക്കളെ പഴയ പോലെ ശാസിക്കാൻ പോലും സാധിക്കാത്ത വിധം അധ്യാപകർ പല പരിമിതിയിൽപ്പെട്ട് നിൽക്കുന്ന സ്ഥിതിവിശേഷം അധ്യാപകർക്കുണ്ട്. അവർ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് അധ്യാപകൻ കൈവരുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ മക്കളുമായി തുറന്ന് സംവദിക്കാൻ പലപ്പോഴും രക്ഷിതാക്കൾ തയ്യാറാവുന്നില്ല. അധ്യാപകർ അവരുടെ കടമ മാത്രം നിർവഹിച്ചുകൊണ്ട്. സ്വാഗത സംഘം കൺവീനർ ടി പ്രജീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പരിയാരം ASI പ്രജീഷ് ഏഴോം ക്ലാസ് എടുത്തു. NT സുധീന്ദ്രൻ, കെ രാജേഷ്, ബിനീഷ് വടവതി, M ശ്രീജിത്ത്, മുരളീധരൻ തൈക്കണ്ടി തുടങ്ങിയവർ സംസാരിച്ചു. രാജേഷ് ചാലയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഏകാംഗ നാടകം അവതരിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.